ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാക്കണേ, ഇതിന്റെ വീഡിയോന്റെ വിശേഷങ്ങളൊക്കെ പറയണത് ഷാജി കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഷാജിയാണിത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ അറിയോ? അപ്പൊ ഇന്ന് ചിക്കൻ ഞമ്മ വകയാണ് കേട്ടോ വെക്കണ്. ഞാനാ വെച്ചതേ, ട്രൈ നോക്കിയതാണേ. ഞാൻ എപ്പോഴേലൊക്കെ വെക്കും. അപ്പൊ അതില് മുളകും പൊടി ഇല്ല, അതേമാതിരി പുറത്തുനിന്ന് മസാലപ്പൊടി ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. കുരുമുളക്, പച്ചക്കുരുമുളക് ഇട്ടിട്ട് കുറുമ. ഇപ്പൊ ഇത് ഷാജി ഇതാക്കുന്ന ഒരു ഇച്ചിരി എടുത്തുങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കിങ്ങാണ്ട് ഇതാക്കാന്നൊക്കെ പറഞ്ഞാണ് ഷാജി ഇപ്പൊ ഇത് എടുത്ത് കിട്ടോ. അപ്പൊ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതിന്റെ മസാലകളൊക്കെ എന്തൊക്കെയാന്നുള്ളതൊന്നും മസാല ഫസ്റ്റ് നമുക്ക് ഇതാക്കിയിട്ടില്ലേ. ഷാജിയൊക്കെ ഓരോന്നിങ്ങനെ എടുത്ത് ഷാജിനെ സ്വന്തം ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ്. അതായത് നമ്മള് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം അല്ലേ, അപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഷാജി. അതില് പിന്നെ അത് എന്താന്നുള്ളത്, പിന്നെ ഇതിലെന്താ. അപ്പൊ ഇതിന് വന്നുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ കഴിച്ചു നോക്കുക, എങ്ങനെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ ഉണ്ടല്ലോ, ഞാനിനി എന്താ നല്ല അതായത് ഞാൻ എങ്ങനെയാണെന്നുള്ളതില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തു അത് ഞാൻ എന്താ കാണിക്കട്ടോ. ശരിക്കുള്ളത് തന്നെ ഞാൻ ഇതിൽ കാണിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ മട്ടൻ ചാപ്സ് ഒക്കെ കഴിക്കൂലേ, മറ്റേ കടയിൽ പോയി മട്ടൻ ചാപ്സ് എന്നൊക്കെ പറഞ്ഞു കിട്ടും. പണ്ടൊക്കെ ഉണ്ടായി നിലമ്പൂര് ഇന്ത്യൻ ഹോട്ടലിലൊക്കെ. അതേമാതിരി ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണിക്കും പറ്റും, നെയ്ച്ചോർക്കും പറ്റും. അതിന്റെ അപ്പോഴൊക്കെ ഞാനിത് ഇതിന്റെ ടേസ്റ്റ് നോക്കിയപ്പോഴേ ചോറൊക്കെ റെഡി ആയതാണ്. അപ്പൊ ഞാൻ ഒരിച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റൂല ശരിക്കും. മുളക് കാരണം സാധനം നമ്മൾ മലയാളികൾ മാത്രമേ കഴിച്ചോളൂ സാധനം. അപ്പൊ കർണാടകയിലൊക്കെ പോകുമ്പോ ഈ ചിക്കനില് ഇത് തന്നെ വേണ്ട, ഞാനൊക്കെ റെഡിയാക്കിക്കൊണ്ട് കാരണം ഒരാൾക്ക് വന്നാക്കണ കണ്ടോ. ഇവിടുന്ന് എന്താ അടുക്കളയിൽ മാറണ തന്നെ അല്ല, ഞാൻ തന്നെ ക്ലിയറാക്കുന്നേ. നമുക്ക് കഴിച്ചാ മതി. നെയ്ച്ചോറ് ഞാനാട്ടോ ഉണ്ടാക്കണേ. അപ്പൊ ഞാൻ എന്റെ ഫ്ലെയിം ഓഫ് ആയി. എന്റെ നെയ്ച്ചോറ് റെഡിയായി. നിങ്ങള് നോൽപ്പ് നോറ്റി അവിടുന്ന് പോകെ. രാവിലെ അപ്പത്തേക്കും പറ്റൂതേ. അപ്പൊ നോക്കാലോ നമുക്ക്. നിങ്ങൾ ഇവിടുന്ന് പോയിട്ടാണ് ഇതിലെന്താന്നറിയോ, ഇതിലെന്തേലൊക്കെ ടേസ്റ്റ് കുറക്കാൻ വേണ്ടി അതിനിപ്പോ ഇവിടുന്ന് പോണ്ടപ്പോ അതിന് ഇവിടുന്ന് പോണില്ലേ. സംഭവം നല്ല അതേക്കാരം ഇവിടെ ഇങ്ങനെ വേഗം വേണ്ടി കാത്തിക്കാറ്. അതിനിങ്ങനെ കാത്തു നിക്കട്ടെ, ഞാൻ ഒന്നും കാട്ടൂല. ഇവിടെ ബിരിയാണി നെയ്ച്ചോറ് റെഡി ആയിക്കോട്ടെ. കണ്ടോ, ചട്ടി പിടിച്ചോളി. ചട്ടിയൊക്കെ നക്കിട്ട് പായിന്. നല്ല കുറുന്നനായല്ലോ. ഇനി ഓഫായിക്കടി വന്നിക്കണതേ ഇല്ലേ. ഫോണ് സത്യത്തിൽ കാവലാരം പിന്നെയും പോരുകയാണ്. സത്യത്തില് വയറണ്ടില്ലേ, വയറൻ. അപ്പൊ എന്റെ നെയ്ച്ചോറോ എളുപ്പോ നല്ല രസമുണ്ട്. അപ്പൊ ചിക്കൻ കൊണ്ടുവന്ന നിങ്ങള് വെറൈറ്റി ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുക. ഇതാകുമ്പോ ഞമ്മളുടെ എളുപ്പം. ആയിക്കോട്ടെ മത്സരല്ലേ. എന്ത് കുറച്ച് മല്ലിച്ചപ്പ് ടേസ്റ്റ് ആണ്. മല്ലിച്ചപ്പില്ലാത്ത പരിപാടിയില്ല. നമ്മള് മലയാളികളുള്ള മല്ലിച്ചപ്പ് കുറവ്. ഇവിടുന്നാണ് വിട്ട മല്ലിച്ചപ്പില്ലാത്ത പരിപാടിയില്ല. കണ്ടോ വയറൊക്കെ. അപ്പൊ നിങ്ങളെ വീഡിയോ അപ്പൊ ഇതിന്റെ അപ്പൊ ഈ ചിക്കൻ കുറുമന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ കാണിച്ചിട്ടില്ല. ഇത് ഞാൻ കാണിക്കണഞ്ഞ് ഒരുവിധ നിങ്ങൾ പറഞ്ഞുതരൂലേ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ആക്കണേ എങ്ങനെയാണ് ആ ചിക്കൻ വെക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ കാണിക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്നറിയാം,
കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെ ഇതാക്കണ നമ്മളെ മല്ലിച്ചപ്പ്, വലിയ ഉള്ളി, തക്കാളി. പിന്നെ ഇതിലേക്ക് നമ്മളെന്താ സംഭവം എന്ന് അറിയിടുന്നത്, റെഡ് ചില്ലി ഇതിൽ യൂസ് ആക്കണില്ല. റെഡ് ചില്ലി എന്ന സംഭവം തന്നെ യൂസ് ആക്കില്ല. പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം. അപ്പം ഞാൻ ഇതാ ഈ പച്ചക്കുരുമുളക് കേട്ടോ, ഈ പച്ചക്കുരുമുളകും ഇതൊക്കെ ഒന്ന് എന്താ മിക്സിൻ്റെ ജാറിലിട്ടുങ്ങാണ്ട് അടിച്ചെടുക്കട്ടെ കേട്ടോ. വലിയുള്ളി ഉണ്ടല്ലോ, നമുക്ക് മിക്സിൻ്റെ ജാറിലിടുമ്പോഴത്തിന് വലിയുള്ളി ഒന്ന് ആയിക്കോട്ടെ. ഫസ്റ്റ് ഞാൻ വലിയുള്ളി ആഡ് ചെയ്യാണ്. ഇത് നമ്മള് തേങ്ങ ആട്ടീൻ്റെ വെളിച്ചെണ്ണ ആട്ടീൻ്റെ ലാസ്റ്റ് അടി ആയിക്കണം, അതിൻ്റെ മട്ടാണത്. അപ്പം അതിൻ്റെ ഇതാണ് കണ്ടോ, അതിൻ്റെ മട്ട്. അപ്പം അതിൻ്റെ അടിയാണ്. അപ്പം ഈ വെളിച്ചെണ്ണ ഇങ്ങോട്ട് അതിൽ ഇതായിക്കാണ്. അത് ഉപയോഗിക്കേ. ഈ സമയത്ത് ഇതാക്കണേ ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞോള് അത് ഇളക്കിങ്ങാണ്ട് നോക്കിക്കോളും. അപ്പോൾ ഇത് ഞാനിതാ മിക്സ് ഇതിലിട്ടുങ്ങാണ്ട് അടിച്ചെടുക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ തോന്നി ഇനി ഇതാക്കണം, നമുക്ക് ഈ ടൈമിൽ ഇതാക്കണം, നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. പൊടികൾ ഒക്കെപ്പാടെന്നൊന്നും പറയല്ല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി കേട്ടോ. സിമ്മ് കുറച്ച് വെച്ചിട്ട് ആഡ് ചെയ്യണേ. ആ വെളിച്ചെണ്ണയിൽ കുറച്ച് അതിൻ്റെ ആ മല്ലിപ്പൊടിൻ്റെ ഇതിൻ്റെയൊക്കെ ഒന്ന് ഫ്ലേവർ ഒന്ന് ഒരു ചെറുതായിട്ടൊരു മൂപ്പ് വരാൻ, അപ്പോൾ ഒരു സ്മെല്ലിങ്ങനെ വരും. ആ സമയത്ത് നമ്മളെ അരച്ച് വെച്ച കുരുമുളക് അതിൻ്റെ പേസ്റ്റ് ഇല്ലേ, ഇതാക്കാം കേട്ടോ. ഈ പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം ഇനി ഇതിൻ്റെ പച്ചമണം അതൊക്കെ ഒന്ന് ശരിക്കാണ് പോവും. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക. നമുക്കിത് കഴിക്കാനുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറുമ പോലെയല്ല അതന്നെ. തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് എത്ര ഇപ്പം നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്, പിന്നെ എത്ര അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ എടുത്ത് ചെയ്യാം. ഇനി ഇത് നല്ലോണം തക്കാളി ഇതിൽ നല്ലോണം ഗ്രേവി ആയി പിടിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇതാക്കുന്ന ആ സമയത്തേ നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകട്ടെ. ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, നമുക്ക് അടച്ചു വെച്ച് കണ്ട് തന്നെ അതൊന്ന് നല്ലോണം ഫ്ലേവർ പിടിച്ച് തക്കാളിയിൽ പിടിക്കണം. ഇപ്പം തന്നെ ഞാനിത് ടേസ്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, നമ്മൾ പഴയ കാലത്ത് അരച്ച് വെക്കൂലേ, ഈ നാടൻ കോഴിയൊക്കെ അരച്ച് വെക്കൂലേ, ആ ഒരു ഗ്രേവി, ആ ഒരു ടേസ്റ്റാണ് ഈ ഇതിൻ്റെ ഗ്രേവിക്ക് വരിക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഓപ്പൺ ആക്കി തക്കാളിയൊക്കെ കണ്ടില്ല നല്ലോണം ഇതിലേക്ക് ചേർന്നു കേട്ടോ. തക്കാളിൻ്റെ ഇതൊക്കെ നല്ലോണം ചേർന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുക, നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന് എത്ര നമ്മൾ ഇതിലിടുന്നത് അതിനനുസരിച്ച് ചിക്കൻ ഇടുക. എനിക്കിന്ന് വിരുന്നുകാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ മറ്റേ ഇത്ര ചിക്കനൊന്നും വേണ്ട. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട് ഇതാക്കുക. ഇനി കറി ലീഫ് ഉണ്ടല്ലോ, കറി ലീഫ് ഇടണം കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഈ ചിക്കനൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കറി ലീഫ് ഇടുക. ഒരു 2 ഏലക്കായ ഇടുക കേട്ടോ. അങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി. ഇച്ചിരി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ ചിക്കൻ വേവാനുള്ള വെള്ളം വേണമല്ലോ. ചിക്കൻ ഏകദേശം വെള്ളം ഇറങ്ങും, എന്നാലും നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യണം. ഞാൻ കറി ലീഫ് എടുത്തോണ്ട് കേട്ടോ. കറി ലീഫ് കൊണ്ടുവന്ന് വെച്ചതൊക്കെ തീർന്നുകളെ, അതിന് തൊടിയിൽ പോയി എടുത്തിട്ട് വേണം. ഇതിലേക്ക് കറി ലീഫ് ആഡ് ചെയ്യുക, എന്നിട്ട് അടച്ചട് വെച്ച് വേവിക്കുക. നമ്മളെ ചിക്കന് ഏകദേശം വേവാനായിട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഇതാക്കുന്ന മല്ലിച്ചപ്പും പിന്നെ നമ്മളെ കറി ലീഫും ഇട്ടിക്കണേ. അത് ഞാൻ കാണിച്ചിട്ടില്ല, അതിലിങ്ങനെ കാണില്ലേ. ഈ ഒരു സൈഡിൽ ഞാൻ ഇന്നലെ അതേപോലെ
ഒരു ഇച്ചിരി എടുത്ത് കാണാണ് ഇന്നലെ ഞങ്ങള് ഒരു ഇത്തിരി മതി എടുത്ത് കണ്ടാണ് ഞാൻ നെയ്ച്ചോറ് വെച്ചത്. അതുപോലെ നെയ്ച്ചോറ് എന്ന് പറയുന്നത് നമ്മള് എന്താ നെയ്യ് അങ്ങനെയൊന്നും ആക്കി കണ്ടല്ല ഒരു ജസ്റ്റ് ചെയ്യൂലേ നമ്മൾക്ക് ഈ ഇപ്പൊ എൻ്റെ മോളെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടും ഇങ്ങനെ ഈ എന്തെങ്കിലും റവ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നേർച്ചൊക്കെ ഉണ്ടാകും അതേപോലത്തെ ഒരു നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയാ നമ്മളെ റെസിപ്പി അല്ലേ? എരിവൊക്കെ നല്ല ഇതല്ലേ? മുളകില്ലല്ലോ. ഇനി നമുക്ക് മുളക് പറഞ്ഞ സംഭവം വേണ്ട ഒന്നിനും. മുളകത്തിന് നല്ല ഒന്നല്ലേ ഡ്യൂട്ടിയെ? മുളകില്ലെങ്കിൽ രസം. നെയ്ച്ചോറും സിമ്പിൾ ആയിട്ട് നെയ്ച്ചോറാണ്. നല്ല സാറായി. നെയ്യൊന്നും അധികം ആവശ്യമില്ല. ഇത് എന്റെ അമ്മായി പറഞ്ഞത് നെയ്ച്ചോറാണ്. അരി നല്ല അരിയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും ഇടണ്ട. അപ്പൊ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.